മുല്ലപ്പൂ പോലുള്ള പല്ലുകളുള്ളവൻ, അങ്ങനെ മുല്ലപ്പൂ പോലുള്ള പല്ലുകളിലുള്ള ചിരിയുള്ളവൻ, അതാണ് മുകുന്ദൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ചിരി എന്ന് പറഞ്ഞാൽ അത്യപൂർവവും അതിസുന്ദരവുമാണല്ലോ. അപ്പൊ അതുപോലെ സുന്ദരമായി ചിരിക്കുന്ന മോക്ഷം നൽകണ ഭഗവാനാണ് എവിടെയുള്ളത്? നാവാമുകുന്ദനായിട്ട് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന കരഭാജനൻ, നവയോഗികളിൽ 9ാമത്തെ ആള്. അവിടെ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം അപ്രത്യക്ഷമാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഭഗവാനോട് ചോദിക്കുമ്പോ ഭഗവാൻ തന്നെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, എനിക്ക് അഭിഷേകം പുണ്യനദിയായ നിളയുടെ ഭാരതപ്പുഴയുടെ വെള്ളം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണം. അത് മാത്രമല്ല, തിരുനാവായക്കുള്ള മറ്റൊരു പ്രത്യേകത, ഇവിടെ നിറയെ താമരക്കായലുകൾ ഉണ്ട്. താമരപ്പൂവിന് പ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ് തിരുനാവായ എന്ന് പറയുന്നത്. ഇവിടെ നിറയെ താമര കൃഷിയാണ്. ഈ ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം താമര കുളങ്ങള്, താമര കൃഷി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ താമരപ്പൂ കൊണ്ട് എനിക്ക് അർച്ചന ചെയ്യണം എന്ന് ഭഗവാൻ പറയും. അത് മാത്രല്ല, എനിക്ക് നെയ് വിളക്ക് വേണം ദീപമായിട്ട് തെളിയിക്കാൻ. അതുപോലെ എനിക്ക് പാൽപായസം വേണം, പാൽപായസം നേദ്യമായി അർപ്പിക്കണം. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഇപ്പോഴും ഈ തിരുനാവായ ക്ഷേത്രത്തില് ചെയ്യണുണ്ട്. അതായത് പുണ്യനദിയായ ഭാരതപ്പുഴയുടെ വെള്ളം കൊണ്ടാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത്. ആ താമരപ്പൂ കൊണ്ടാണ് ഭഗവാൻ അർച്ചന ചെയ്യണത്. നേദ്യം എന്ന് പറയുന്ന പാൽപായസം, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേദ്യം എന്ന് പറയുന്നത്. പിന്നെ ദീപം എന്ന് പറഞ്ഞാലോ അത് നെയ്വിളക്കാണ്. ഇത് ഇവിടത്തെ പ്രത്യേകതയാണ്. മാത്രമല്ല, രാധാസമേതനായ ഭഗവാനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത് ലക്ഷ്മി ദേവിയാണ് പറയുന്നുണ്ടെങ്കിലും ആഴ്വാർമാർ എഴുതിയ ദിവ്യ പ്രബന്ധത്തില് നാച്ചിയാർ, മലർമങ്കൈ നാച്ചിയാർ എന്നാണ് ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ മലർമങ്കൈ നാച്ചിയാർ എന്ന് പറയുന്നത് സാക്ഷാൽ ഗോലോക റാണിയായ രാധാറാണിയാണ്. അപ്പൊ ശരിക്കും ഇവിടെ ഉള്ള ദേവി, അതായത് ഭഗവാന്റെ തൊട്ടടുത്ത് തന്നെ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോ ദേവി സാന്നിധ്യമുള്ള 108 വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനാവായ. ഭഗവാൻ ദേവി സമേതനായിട്ട് ഇരിക്കുന്ന ക്ഷേത്രമാണ്. അതായത് സാക്ഷാൽ ഗോലോക റാണിയായ രാധാറാണിയുടെ പ്രസൻസ് ഉള്ള ക്ഷേത്രമാണ് തിരുനാവായ.